അപ്പം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം എമ്പുരാൻ വാർത്ത മാത്രം അല്ലേ? ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നമ്മൾ ചാനലുകൾ തുറന്നു നോക്കിയാലും യൂട്യൂബ് തുറന്നു നോക്കിയാലും ഇൻസ്റ്റയെ തുറന്നു നോക്കിയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും ലാലേട്ടന് എമ്പുരാനും പൃഥ്വിരാജും ഇവരൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയം. അത്രമേലൊരു മലയാള സിനിമ ആൾക്കാരുടെ ഇടയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പം ചർച്ച ചെയ്തതാണോ എന്നെനിക്കറിയില്ല. ഒരു വിവാദം ഉണ്ടാക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ കളക്ഷനുമായിട്ട് പ്രീ സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതെവിടം വരെ പോകുമെന്നുള്ള ടെൻഷനായിരുന്നു. അന്നേരം പലരും പറഞ്ഞു ഈ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഓളം അങ്ങ് നിലയ്ക്കും. ഈ കണക്കിന് പോയ ഓളം നിലയ്ക്കത്തില്ല. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ വിവാദത്തിനുള്ളൊരു പ്രശ്നം. ഏത് സാധനം വിവാദം നന്നായി കത്തിക്കയറും അല്ലേ? ഇത് എന്ന് പറയുന്ന ചിത്രത്തിന് അനുകൂലമായി വരും എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായി ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിയപ്പോൾ ഈ സമയത്ത് ഈ ചിത്രം ഇറങ്ങി 3-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ദിവസം ഈ ടൈമിൽ 18,000 ടിക്കറ്റ് ഒരു മണിക്കൂർ വിറ്റ് പോകുന്നു. 18,000 എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഏകദേശം 2.5 ലക്ഷം ടിക്കറ്റെങ്കിലും വിറ്റ് പോകും എന്നുള്ളത് 100% ഉറപ്പായി. അപ്പം 3-ാമത്തെ ദിവസം ഇത് ടിക്കറ്റ് വിൽക്കുന്നു. ഇതിന് എതിരായിട്ട് നിൽക്കുന്ന നമ്മുടെ വിക്രമൻ്റെ ചിത്രം 5,000 ടിക്കറ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ. ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായ സൽമാൻ ഖാൻ്റെ ചിത്രം 4,000 ടിക്കറ്റ് വിൽക്കുന്നുള്ളൂ. അതൊക്കെ നോക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെ എമ്പുരാൻ എത്രമേൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാകുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഉണ്ട്, നമ്മുടെ മറുനാടൻ്റെ ഈ വീഡിയോക്കകത്ത് പറയുന്നത് 2 ദിവസം കൊണ്ട് 100 കോടി കടന്നിട്ടില്ല, 14 കോടിയെ കിട്ടിയിട്ടുള്ളൂ. ഇത് വെറും തള്ളാണ്. ഞാൻ വിചാരിച്ച് എന്താണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ വീഡിയോയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. എനിക്ക് ബഹുമാനമാണ്. കാരണം മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാത്ത പല വിഷയങ്ങളും പുള്ളി പറയുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ചില കാര്യത്തിലൊക്കെ നിശ്ചിതമായി എനിക്ക് വിമർശനമുണ്ട്. എന്നാലും പുള്ളിയെ എനിക്കിഷ്ടമാണ്. പുള്ളിയുടെ സംഭാഷണ രീതി, പുള്ളി ഒരു കാര്യത്തെ സമീപിക്കുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കാര്യം പറഞ്ഞത് എനിക്ക് ഒട്ടും ഗ്രഹിച്ചില്ല. പുള്ളി ഇത്ര മണ്ടത്തരം പറയാമോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി പറയുന്നത് 100 കോടി കിട്ടിക്കാണും തിയേറ്ററിൽ നിന്ന്, പക്ഷെ നിർമ്മാതാവിന് എന്ത് കിട്ടി എന്നാണ് പുള്ളി ചോദിക്കുന്നത്. നിർമ്മാതാവിന് 14 കോടിയെ കിട്ടിയുള്ളതെന്നാണ് പുള്ളിയുടെ കണക്കൂട്ട്. എനിക്കൊന്ന് 100 കോടി കിട്ടിയാലും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഇവർ പറയുന്ന കണക്കിന് ടാക്സും ഇതും എല്ലാം കൂടെ കൊടുത്താലും 30 കോടിയെങ്കിലും നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടും. അത് നേരത്തെ തന്നെ അറിയാമല്ലോ. ഒരു സിനിമ ഇറങ്ങിയത് നിർമ്മാതാവിന് കിട്ടുന്ന കളക്ഷനാണോ എല്ലാവരും പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിർമ്മാതാവിന് 100 കോടി കിട്ടണമെങ്കിൽ ഏത് പടം വിജയിച്ച് കാണും? ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു പടം വിജയിച്ച് കാണത്തില്ലല്ലോ. നിർമ്മാതാവിന് 100 കോടി നേടിക്കൊടുത്ത ഏത് ചിത്രമുണ്ട്? ഒന്നും കാണത്തില്ല. ആ അവസ്ഥയിലേക്ക് ചുമ്മാ മണ്ടത്തരം പറയും. ഒരു സിനിമയുടെ ഗ്രോഫാണ്. ആ സിനിമ തിയേറ്ററിൽ നിന്ന് എത്ര നേടി എന്നാണ് അതിൻ്റെ കർഷനം പറയുന്നത്. അല്ലാതെ 2 ദിവസം കൊണ്ട് ഈ ചിത്രം 100 കോടി നേടും എന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു. ഞാൻ പൃഥ്വിരാജും വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 100 കോടി കിട്ടി. 1 മണിക്കൂർ മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം 100 കോടി ഇന്ന് നേടും, ചിലപ്പോൾ ഇന്നോ നാളെയോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം കൃത്യമായിരുന്നു. അത് നമുക്കറിയാം. ഇത് നിരീക്ഷിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാര്യം ആദ്യ ദിവസം 65 കോടി നമ്മൾ പറഞ്ഞു, അത് 65 കോടി തന്നെ നിന്നു. 2-ാമത്തെ ദിവസം എങ്ങനെ പോയാലും 30 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു. അതും പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ നെഗറ്റീവൊക്കെ എന്തുമാത്രം ബാധിക്കും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യ ദിവസത്തെ കളക്ഷൻ 2-ാം ദിവസം കിട്ടത്തില്ലെന്ന് എല്ലാ പൊട്ടനും അറിയാം, എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതായിരുന്നു. 2 ദിവസം കൊണ്ട് 100 കോടി കടക്കും. അത് എപ്പോഴാണെന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ വീഡിയോ ഇട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് 100 കോടി കടക്കുകയും ചെയ്യും. അപ്പം ഇത് മറുനാടൻ പറയുന്ന കണക്കിനാണെങ്കിൽ ഇത് നിർമ്മാതാവിന് ഇത്ര കോടി കിട്ടി, വിതരണക്കാർക്ക് ഇത്ര, അങ്ങനെ ഇടാൻ പറ്റുമോ? ഒരു പണം ഗ്രോഫ് ഇത്ര എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് 100 കോടി നേടി.
ഇത് തള്ളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ സ്ഥിരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ചില ഒരു പ്രമുഖ നടൻ്റെ ആരാധകരുണ്ട്. അവർ പോലും സമ്മതിക്കുന്നുണ്ട് 100 കോടി നേടി കാണും, ഉറപ്പാണ്. കാരണം ബുക്ക് മൈ ഷോയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ തിരക്ക്, ഒരു വല്ലാത്ത തിരക്കായിരുന്നു. പിന്നെ പുള്ളി പറയുന്ന വേറൊരു കാര്യമുണ്ട്, പുള്ളി തന്നെയല്ല ഈ പടത്തിൻ്റെ വിതരണക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം 3-5 ദിവസത്തേക്ക് ഇതിന് കളക്ഷനൊക്കെ കിട്ടും, അത് കഴിഞ്ഞിട്ട് ഇത് ഡിമ്മാകും എന്ന് പറയും. കാരണം ഇപ്പോഴേ പുള്ളി മറുനാടൻ ഒരു വീഡിയോക്കകത്ത് പറയുന്നു, പുള്ളി തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഒത്തിരി ഒഴിവായിരുന്നു. പുള്ളി ഏത് തിയേറ്ററാണ് പോയതെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ മിക്കവാറും തിയേറ്റർ സന്ദർശിക്കുക, ഒരിടത്തും ടിക്കറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കുഗ്രാമങ്ങളിലൊക്കെ ടിക്കറ്റ് കാണുമായിരിക്കാം, അത് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇപ്പം ടിക്കറ്റ് വളരെയധികം കുറവാണ് ഫെയിലാവുന്നതെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. ആർക്ക് വേണമെങ്കിലും ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നമ്മുടെ ഗൂഗിളെടുക്കുക, ഗൂഗിളെടുത്ത് കഴിഞ്ഞിട്ട് ബുക്ക് മൈ ഷോ എന്നടിച്ചു കൊടുക്കുക, ആ സൈറ്റിൽ പോവാം, അവിടെ എമ്പുരാൻ എന്ന് എഴുതി കാണും, അവിടെ ഒന്ന് ഞെക്കിക്കൊടുത്താൽ നമുക്കറിയാൻ പറ്റും ഓരോ മണിക്കൂറിലും വിൽക്കുന്ന ടിക്കറ്റിൻ്റെ എണ്ണം. ഓരോ മണിക്കൂറിലും ആ സൈറ്റും പ്രകാരം വിൽക്കുന്ന അതിനകത്തൂടെ വിൽക്കുന്ന ഷോയിലൂടെ വിൽക്കുന്ന ടിക്കറ്റിൻ്റെ എണ്ണം അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ തിയേറ്ററിൽ പോയി എടുക്കുന്നവർ വേറെ സൈറ്റിൽ നിന്ന് എടുക്കുന്നവർ കാണും. അപ്പോൾ ഈ ബുക്ക് മൈ ഷോയിൽ തന്നെ ഈ 17,000 12,000 ടിക്കറ്റ് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. എന്നിട്ട് പറയുന്നത് ഇതിൻ്റെ കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഏതർത്ഥത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല. ഒരു ചിത്രത്തെ പരമാവധി താറടിച്ച് കാണിക്കുക, അത് പുള്ളിയുടെ ചില ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കും. ചിന്താഗതി എന്ന് പറയുന്നത് പുള്ളിക്ക് രാഷ്ട്രീയമായ ചില കാഴ്ചപ്പാടുണ്ട്, അത് തന്നെയായിരിക്കാം ആ വീഡിയോ പ്രതിഫലിക്കുന്നത് എന്ന് തോന്നുന്നു. അത് നമ്മൾ വിട്ട് കളയുക. അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, 2-ാം ദിവസം ഏകദേശം എത്ര കോടി കിട്ടിക്കാണും എന്നുള്ള. അപ്പം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. എന്നാലും ഇന്നലെ കൊണ്ട് 101,52,00,000 രൂപയാണ് ടോട്ടലായിട്ട് എമ്പുരാന് കളക്ഷൻ വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യ ദിവസം 65 കോടിയാണെങ്കിൽ 2-ാമത്തെ ദിവസം 36,52,00,000 രൂപയായിരിക്കും കിട്ടിയത്. അതേ അളവിൽ തന്നെ ഇന്ന് കിട്ടണമെന്നില്ല, ഒരു പക്ഷേ 30 കോടിക്ക് അടുത്തെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ കൊണ്ട് 150 കോടിക്ക് മുകളിലേക്ക് എമ്പുരാൻ്റെ കളക്ഷൻ മാറാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, തിങ്കളാഴ്ചത്തേക്ക് ഇത് 200 കോടി ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച പെരുന്നാളാണ്, നൊയമ്പെല്ലാം കഴിഞ്ഞ് തിയേറ്റർ ആഘോഷ ദിവസങ്ങളിലെല്ലാം തിയേറ്റർ നല്ല തിരക്ക് തന്നെ ആയിരിക്കും. നാളെ ഞായറാഴ്ചയാണ്, അതിൻ്റെ തിരക്ക് കാണാം. അതെല്ലാം കൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ബുക്ക് മൈ ഷോയിൽ സന്ദർശിക്കാം, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി നോക്കാം അവിടെ ആളുണ്ടോ എന്ന്. പണ്ട് കൊച്ചിലെയൊക്കെ ഒരു പടം ഇറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തിയേറ്ററിൻ്റെ വാതിക്കലോട്ട് നോക്കും, എങ്ങനെയുണ്ട് ആളുണ്ടോ എന്ന് നോക്കാൻ. ആളില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പടത്തിന് ആളില്ലെങ്കിൽ നമുക്ക് ആകെപ്പെട്ട വിഷമമാകും. അതേപോലെ താല്പര്യമുള്ളവർക്ക് അടുത്തുള്ള തിയേറ്റർ സന്ദർശിക്കുക, എന്നിട്ട് ഇരുന്ന് പറയുക. പിന്നെ ചിലവരുണ്ട് അന്ധമായിട്ട് ചിലതൊക്കെ വിശ്വസിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇപ്പം യൂട്യൂബ് നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ എമ്പുരാൻ്റെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാം അതൊക്കെ തന്നെ. യൂട്യൂബ് തുറന്നാലും അവിടെയും ഇത് തന്നെ എമ്പുരാൻ, വാർത്താ ചാനൽ തുറന്നാലും അവിടെ എമ്പുരാൻ തരംഗമാണ് അഞ്ഞിരിക്കുന്നത്. അതുപോലെ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കും. പലപ്പോഴും വിവാദങ്ങളെല്ലാം ഒരു ചിത്രത്തിന് ഗുണമായി വരാനാണ് സാധ്യത. എപ്പോഴും ഞാൻ ആദ്യം തൊട്ട് വീഡിയോ പറയുന്നുണ്ട്, അത് തന്നെയാണ് എമ്പുരാന് സംഭവിക്കുന്നത്. ഇത് ഉണ്ടാക്കിയ വിവാദമാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. പൃഥ്വിരാജിൻ്റെയും മുരളിഗോപിയുടെയൊക്കെ ആ മാർക്കറ്റിംഗ് തന്ത്രമേ ഒരു 1.5 തന്ത്രമാണ്. അത് കൃത്യമായിട്ട് പയറ്റിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇതിലെ കുറച്ച് ഭാഗങ്ങൾ റീസെൻസർ ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ രാവിലെ മുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല,
അത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ ഇത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻസർ ചെയ്താലും സെൻസർ ചെയ്തില്ലെങ്കിലും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമുണ്ട്. അത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, പുള്ളി ആവറേജ്, ഇപ്പം എല്ലാവരും പോസിറ്റീവൊന്നുമല്ല ഈ എമ്പുരാൻ പറഞ്ഞേക്കുന്നത്, നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് പേര് കേട്ട ഒരു ചിത്രം 2 ദിവസം കൊണ്ട് 100 കോടി നേടുകയാണെങ്കിൽ എൻ്റെ അമ്മോ, ഫുൾ പോസിറ്റീവ് കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതെവിടെ ചെന്ന് നിൽക്കും അല്ലേ? അത് മാത്രം ചിന്തിക്കുക, എന്നിട്ട് പുള്ളിയെ വിമർശിക്കുക. പുള്ളിയുടെ കേണൽ പദവിയൊക്കെ എടുത്ത് കളയണമെന്ന് പറയുന്നവരുണ്ട്. അപ്പം അതൊന്നും അതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവർ പറയുന്നത്. പുള്ളി കൃത്യമായിട്ട് ശമ്പളം മേടിക്കുന്നൊന്നും അല്ല, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികൾ, ക്രിക്കറ്റ് താരങ്ങളൊക്കെ ഈ പദവി കൊടുക്കുന്നുണ്ട്. അവർ യുദ്ധത്തിനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകുന്നില്ല. പക്ഷേ പട്ടാളത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുക എന്നുള്ള രീതിയിലാണ് ഈ പദവി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും അറിയാൻ വയ്യാതെ പുള്ളിയുടെ നിന്ന് കേണൽ പദവി പിടിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് പ്രത്യേകിച്ച് ശമ്പളമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് ഈ പട്ടാളക്കാരെ സൈനികരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രക്തം എന്ന് പറയുന്നത് തിളയ്ക്കും. രാജ്യത്തെ പറ്റിയൊക്കെ അറിയുമ്പോൾ അതൊക്കെ ചിലവർ തന്ത്രമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെ തന്നെ പോട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എത്തും. എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പുതിയ വാർത്തയുമായിട്ട് ഞാൻ എത്താം. ഓക്കെ, ബൈ.